വാഹനം വളഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഇവരെ ആക്രമിക്കുകയോ അസഭ്യം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എങ്ങനെയാണ്? ഞങ്ങൾ ഇവരെ അസഭ്യം പറഞ്ഞു, ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇതൊക്കെയാണ് പോലീസ് എടുത്തിരിക്കുന്ന കേസ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിനെ വിളിച്ചു, തൊഴിൽ ഡിവൈഎസ്പി വിളിച്ച് ഈ ആക്ഷേപം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടത് CI ആയെങ്കിൽ എത്തണം, കാരണം ഇത് SI ആണ്. CI എത്തണം എന്ന് പറഞ്ഞു. CI ഒരു 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തി ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു ഘട്ടത്തിലാണ് വണ്ടിയുടെ പുറകിൽ മദ്യക്കുപ്പി കിടക്കണമെന്ന് പരിസരവാസിയായ ഒരാൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്തേക്കാണ്. വേറെ ആർക്കും അങ്ങനെ വണ്ടിക്കകത്ത് കയറാനോ അങ്ങനെയൊന്നും സാധ്യതയില്ല. ആ ഘട്ടത്തിൽ CI ബ്രത്ത് അനലൈസർ എത്തിച്ചു, പരിശോധന നടത്തി. പക്ഷേ ബ്രത്ത് അനലൈസർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അവിടം തൊട്ട് ആരംഭിക്കുകയാണ് പോലീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണി ആരംഭിച്ചത് അവിടം തൊട്ടാണ്. അതിനുശേഷം ഞങ്ങൾ പ്രതിഷേധം ഉയർത്തി. നാട്ടുകാരൊരാൾ സ്വമേധ തയ്യാറായി മദ്യപിച്ചതായി കടന്നു വന്ന് പറഞ്ഞു. ഇടുക്കി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്ത സംഭവത്തിൽ ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചിരുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഈ വിഷയം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പക്ഷേ പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് പോലീസിനെ അന്ന് തടഞ്ഞുവെച്ച ഇവിടുത്തെ CPM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ആണ്. ലിനു ചേട്ടാ, അന്നത്തെ രാത്രി എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ ഈ ആക്ഷേപം തുടങ്ങിയ ദിവസം തൊട്ട് ഞങ്ങൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇദ്ദേഹം വളരെ ബോധപൂർവ്വം, അദ്ദേഹം കരിമണ്ണൂർ സ്റ്റേഷനിൽ SI ആണ്, അദ്ദേഹത്തിനോട് ഡ്യൂട്ടി അസൈൻ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇവിടെ ബോധപൂർവ്വം എത്തി മത്സരം അവസാനിച്ച ഘട്ടത്തിൽ തന്നെ ഇത് എല്ലാം ഊരി പറിച്ചുകൊണ്ട് പോകണമെന്നൊരു നിർദ്ദേശം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ ഫൈനൽ വിസിൽ അടിച്ചുള്ളൂ, അതിനുശേഷം സമ്മാനദാനം അടക്കമുള്ള ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇത്രയും 10,000 ആളുകൾ ഇത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചത് നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിനാണ്. അപ്പോൾ ഇത് പൂർത്തീകരിച്ചൊരു ശേഷം പോകുന്നതാണ്. പക്ഷേ അദ്ദേഹം വളരെ രോക്ഷാകുലനായി ഞങ്ങളോട് പെരുമാറുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾക്ക് സംശയം തോന്നിയാണ് അദ്ദേഹത്തിന്റെ പുറകെ നിന്ന്. ഇദ്ദേഹം പോകുന്ന ഘട്ടത്തിൽ വെച്ച് പുറകോട്ട് വീഴാൻ തുടങ്ങി. ഞങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം മദ്യപിച്ചു എന്ന് മനസ്സിലാക്കി. പോയ ഘട്ടത്തിൽ തന്നെ വണ്ടിയുടെ മുൻ സീറ്റിന്റെ ഭാഗത്ത്, ഡാഷിന്റെ ഭാഗത്ത് മിക്സറിന്റെ പാക്കറ്റ് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇദ്ദേഹം മദ്യപിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള CPO വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിഷയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് നല്ല മദ്യപിച്ചതിന്റെ മണം ഉണ്ടായിരുന്നു. അപ്പം 2 കൂട്ടരോട് ഞങ്ങൾ വാഹനത്തിൽ കയറിയിരിക്കുന്ന നിർദ്ദേശിച്ചു. അതിനുശേഷം ഞങ്ങൾ വാഹനം വളഞ്ഞു. ഇവരെടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ വാഹനം വളഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഇവരെ ആക്രമിക്കുകയോ അസഭ്യം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എങ്ങനെയാണ്? ഞങ്ങൾ ഇവരെ അസഭ്യം പറഞ്ഞു, ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇതൊക്കെയാണ് പോലീസ് എടുത്തിരിക്കുന്ന കേസ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിനെ വിളിച്ചു, തൊഴിൽ ഡിവൈഎസ്പി വിളിച്ച് ഈ ആക്ഷേപം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടത് CI ആയെങ്കിൽ എത്തണം, കാരണം ഇത് SI ആണ്. CI എത്തണം എന്ന് പറഞ്ഞു. CI ഒരു 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തി ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു ഘട്ടത്തിലാണ് വണ്ടിയുടെ പുറകിൽ മദ്യക്കുപ്പി കിടക്കണമെന്ന് പരിസരവാസിയായ ഒരാൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്തേക്കാണ്. വേറെ ആർക്കും അങ്ങനെ വണ്ടിക്കകത്ത് കയറാനോ അങ്ങനെയൊന്നും സാധ്യതയില്ല. ആ ഘട്ടത്തിൽ CI ബ്രത്ത് അനലൈസർ എത്തിച്ചു, പരിശോധന നടത്തി. പക്ഷേ ബ്രത്ത് അനലൈസർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അവിടം തൊട്ട് ആരംഭിക്കുകയാണ് പോലീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണി ആരംഭിച്ചത് അവിടം തൊട്ടാണ്. അതിനുശേഷം ഞങ്ങൾ പ്രതിഷേധം ഉയർത്തി. നാട്ടുകാരൊരാൾ സ്വമേധ തയ്യാറായി മദ്യപിച്ചതായി കടന്നു വന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കുമ്പോൾ ബ്രത്ത് അനലൈസർ വർക്ക് ചെയ്യുന്നില്ല. ശേഷമാണ് മെഡിക്കൽ എടുക്കാൻ ആശുപത്രി കൊണ്ടുവന്നത്. ആശുപത്രി കൊണ്ടുപോയതിനു ശേഷവും പോലീസിനെ സംരക്ഷിക്കുന്ന സമീപനം അവിടെ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വണ്ടിക്കകത്തുണ്ടായിരുന്ന ചീട്ടുകുത്തും മറ്റ് പുകയില ഉൽപ്പന്നവും എല്ലാം പോലീസ് എന്ത് ചെയ്യുന്നത് എടുക്കാൻ തയ്യാറാകും. ഇതെല്ലാം നമ്മുടെ മുന്നിലെത്തിയത് വീഡിയോ ദൃശ്യങ്ങൾ പിടിച്ചുകൊണ്ടാണ്. ഈ ചീട്ടും ലഹരി വസ്തുക്കളും പിടിച്ചെടുക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം ആണല്ലോ? ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ വെച്ചു. ഇപ്പം അദ്ദേഹം കൊടുത്ത കേസ് പ്രകാരം മദ്യക്കുപ്പിയും ചീട്ടും മറ്റും വെച്ചത് വണ്ടിക്കകത്ത് വെച്ചത് ഞങ്ങളാണ്. ഈ 200 പേരിൽ ആരോ ഒരാളാണ് ഈ വണ്ടിക്കകത്ത് നിക്ഷേപിച്ചെന്നാണ് SIയുടെ പേരിൽ എടുത്തേക്കുന്ന കേസ് പ്രകാരം ഞങ്ങൾക്കത് എടുത്തേക്കുന്ന കുറ്റം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ഇപ്പം ഇത്രയും ദിവസത്തിന് ശേഷം ഇത് നീതി നടപ്പാകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ഞങ്ങൾ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ പോലീസ് നൽകിയ നീതിയൊന്നുമല്ല. ഞങ്ങൾ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രക്ഷയില്ലാതെ വന്നതോടുകൂടിയാണ് പോലീസ് ഈ പൂഴ്ത്തി വെച്ചിരുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു, വീണ്ടും കോടതിയെ തന്നെ സമീപിക്കും. ഞങ്ങൾക്ക് എടുത്തിരിക്കുന്ന കള്ളക്കേസ്, ആ കള്ളക്കേസ് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നാണ് ഞങ്ങൾക്ക് എന്റെ ഭാഗം സൂചിപ്പിക്കാനുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആരോപണം ഉയർന്നത് DYFI പ്രവർത്തകർ പോലീസ് വാഹനത്തിൽ മദ്യക്കുപ്പി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പശ്ചാത്തലമായ മറ്റ് കഥകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവിടുത്തെ CPM പ്രവർത്തകരുമായി ഈ ഉദ്യോഗസ്ഥന് ശത്രുതയുണ്ടെന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും. എന്താണ് അത്തരം സംഭവങ്ങൾ നിലനിന്നിട്ടുണ്ടോ? ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു ആക്ഷേപം, ഇദ്ദേഹം മുൻകാലത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു. ഇദ്ദേഹം ആദ്യഘട്ടം മുതൽ ഈ CPM പ്രവർത്തകരുമായി മാത്രം ബന്ധപ്പെട്ട് നാട്ടുകാരുമായി എല്ലാം ഇദ്ദേഹത്തിന് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാനവിടെ സൂചിപ്പിച്ചു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു CPOയെ മർദ്ദിച്ചൊരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ആ വിഷയം ഒതുക്കി തീർത്തു. ആ മർദ്ദിച്ച വിഷയത്തിലെ 1ാം പ്രതിയായി എന്ന് വന്നത് ഈ SI ആണ്. ഈ ആരോപണവിധേയനായ SI അദ്ദേഹത്തിന് തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാവരുമായിട്ട് വിഷയം ഉണ്ടാക്കുന്നതാണ്. CPM പ്രത്യേകിച്ച് CPI മാത്രമല്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ SI ആയി നിയമിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്ന കരിമണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ അതൃപ്തിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇദ്ദേഹം വളരെ മോശമായി പെരുമാറിയെന്ന ആക്ഷേപം അവർക്കുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരാളുമായി വ്യക്തിപരമായ ഒരു വിഷയത്തിന് പുറത്തുണ്ടായ വിഷയമല്ല. ഞങ്ങൾ പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്നുപോലും തെറ്റാതെ എല്ലാം തന്നെ
ശരിയാണെന്ന് ബോധ്യപ്പെട്ടുകയല്ലേ ചെയ്തത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സർക്കാർ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള വലിയ ദൌത്യമായി മുന്നോട്ട് വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലഹരി ഉപയോഗിച്ച് ഡ്യൂട്ടിക്കിടയിൽ പിടിക്കപ്പെടുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടല്ലോ. അത് സർക്കാർ ഇപ്പോൾ തൂഫാനും പോലുള്ള മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഞങ്ങളെല്ലാം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ അതിനകത്ത് മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഇത്തരം വലിയൊരു ഗുരുതരമായ പിഴവ് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രവും എല്ലാം പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ അലംഭാവം കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് തൂഫാൻ പോലുള്ള ഒരു ക്യാമ്പയിനകത്ത് നീതി പുലർത്താൻ കഴിയുക എന്ന ചോദ്യം പ്രസക്തമല്ലേ. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യക്കുപ്പി ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 2500 വില വരുന്ന മദ്യക്കുപ്പിയാണ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി സമയത്ത് ഇത്തരത്തിൽ തെറ്റായ ഒരു പ്രവണത ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ പ്രവണത ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട് നോക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. ഗുരുതരമായ ഒരു വീഴ്ച നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നിരന്തരമായി ഈ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുവാൻ വേണ്ടിയുള്ള വരുത്തി തീർക്കുവാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ 2 ഉദ്യോഗസ്ഥന്മാരും മദ്യപിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. നാട്ടുകാർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പ്രതികാര നടപടിയാണ് എന്ന ആരോപണം ഈ ഘട്ടത്തിൽ ശക്തിപ്പെടുകയാണ്. മീഡിയ 1 ഇടുക്കി.